നിലവിൽ കുട്ടനാട് അങ്ങയുടെ സ്ഥാനാർത്ഥിയിൽ രണ്ട് തരത്തിലുള്ള പൊട്ടിത്തെറിയാണ്. ഒന്ന്, നിലവിൽ കോൺഗ്രസിനകത്ത് പൊട്ടിത്തെറി. DCC വൈസ് പ്രസിഡന്റ് സജി ജോസഫ് രാജിവെച്ച് മറ്റൊരു റിബൽ സ്ഥാനാർത്ഥിയാകുന്നു. അതിനെങ്ങനെ കാണുന്നു? അല്ല, അതൊക്കെ വ്യക്തിപരമാണല്ലോ. അപ്പം നമ്മളൊരു രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഒരു സംഘടനയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതും വ്യക്തിപരമായിട്ട് എന്തെങ്കിലും ആക്ഷേപം ആർക്കെങ്കിലും എതിരെ പറഞ്ഞിട്ട് വ്യക്തിപരമാണ്. അവരുടെ ഇതല്ല, അവരെന്നെ സ്വതന്ത്രമാകുന്നതല്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല സജി കാലങ്ങളായിട്ട് ഈ പാർട്ടി കോൺഗ്രസ് പാർട്ടിയെ സ്നേഹിക്കുന്നതും UDFനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. സജി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ഇപ്പം നമുക്കറിയാം, നമുക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമ്പോൾ മനസ്സിൽ എടുത്ത് അന്നേരം ചിന്തിക്കുന്ന ഒരു ചിന്തയാണെന്ന് ഞാൻ ഇതിനെ മനസ്സിലാക്കുന്നുള്ളൂ. അതല്ലാതെ വേറൊരു രീതിയിലോട്ട് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇവരുടെ എല്ലാം, കാരണം കുട്ടനാട്ടിലെ രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരുടെയും പ്രശ്നം പറഞ്ഞല്ലോ. ഒന്ന്, ഇപ്പം തന്നെ നിങ്ങൾ കാണുന്നുണ്ട്, റോഡിൽ ഇരുന്ന് കരയുന്ന കർഷകൻ നെല്ലെടുക്കുന്നില്ല, അല്ലെ? ഈ നാട്ടില് ഓർക്കണം, നമ്മൾ കൃഷി ചെയ്ത് നമ്മൾ കൊണ്ടുവരുന്ന ഉൽപ്പന്നം അതെടുക്കണമെങ്കിൽ പോലും കരഞ്ഞ് കാല് പിടിക്കണം. ഇപ്പൊ MLA എന്താ ചെയ്യുന്നേ? ഇപ്പോഴത്തെ MLA എന്താ ചെയ്തേ? മില്ലുകാരെ ഏജന്റിനെ വിളിച്ചു പറയും, ഞാൻ ഇന്ന സ്ഥലത്ത് വരുന്നുണ്ട്, നീ 10 കിലോ ചോദിക്കണം, ഞാനത് 5 കിലോ ആയിട്ട് പറയുമ്പം നീ 5 കിലോയ്ക്ക് സെറ്റിൽമെന്റ് ആവണം. ഇതല്ല ഇന്നും ജനങ്ങളെ കളിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് തുടരാൻ വേണ്ടിയല്ല ഇനിയും ഈ പ്രാവശ്യം വന്നേക്കുന്നേ. അത് കുട്ടനാട്ടിലെ ജനങ്ങളുണ്ടല്ലോ. ഇനി ആരെന്തെല്ലാമാണെന്ന് പറഞ്ഞാൽ ഈ പ്രാവശ്യം ടീം UDFന്റെ വിജയം ഇവിടെ എന്ന് വരെയും UDFൽ കുട്ടനാട്ടിൽ ഉണ്ടാവാത്ത ഭൂരിപക്ഷത്തിലുള്ള ഒരു വിജയമായിരിക്കും ഉണ്ടാവുന്നുള്ളൊരു സംശയമില്ല. നീക്കം നിങ്ങളുടെ സ്ഥാനത്ത് ബാധിക്കില്ല? ഒന്നുമില്ല. ഇവിടെ നിങ്ങൾ കണ്ടാണ്, ഇവിടുത്തെ ജനങ്ങളല്ലേ, ഇവിടെ ജനങ്ങൾ നിൽക്കുകയാണ്. ഒന്നും നോക്കാതെ, രാഷ്ട്രീയം നോക്കാതെ, ജാതി നോക്കാതെ, മതം നോക്കാതെ ജനങ്ങൾ നിൽക്കുകയാണ്. കുട്ടനാടിന് മാറ്റം വരണം. അത് ആരാണെന്ന് അവര് ഓൾറെഡി തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. കാരണം ഞാൻ 5 വർഷമായിട്ട് അവരുടെ മുമ്പിലുണ്ട്. അത് തീരുമാനം അവർ നടപ്പാക്കും. യാതൊരു ഭയവും ഇല്ല. പേയ്മെന്റ് സീറ്റാണെന്ന് പറയുന്നവർക്ക് എന്താണ് മറുപടി? അതിനെ ഞാനങ്ങ് തള്ളിക്കളയുന്നു. കാരണം അങ്ങനെ പേയ്മെന്റ് കൊടുത്ത് മേടിക്കുവാൻ കുട്ടനാട്ടിൽ അങ്ങനൊന്നും സ്വർണം കുഴിച്ചെടുക്കുന്ന സ്ഥലമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ എടുത്ത് ശമ്പളം മേടിക്കാനാണെങ്കിൽ അതും ജനങ്ങൾക്ക് കൊടുക്കുന്നു. ഇനി അങ്ങനെ എടുത്ത് മറ്റുള്ള അലവൻസ് മേടിക്കാനോ ചികിത്സ വാങ്ങിക്കാനോ അത് ജനങ്ങൾക്ക് കൊടുക്കുന്നു. അപ്പം പിന്നെ എന്ത് മേടിക്കാനാ കാശ് കൊടുക്കുന്നത്? അപ്പൊ ഇത് പറയുന്ന വ്യക്തിപരമല്ലേ? അങ്ങനെ ഒരു പേയ്മെന്റ് നിങ്ങൾക്കൊക്കെ എന്നെ കാലങ്ങളായിട്ട് അറിയാം. ഞാൻ സാധാരണക്കാരന്റെ കൂടെ ഇന്ന് നടക്കുന്ന അന്ന് നടക്കുന്ന ഇതിനെ നിരുപാധികം തള്ളിക്കളയുന്നു. ഇതിന് മറുപടി അർഹിക്കുന്നില്ല. കാരണം ഞാൻ ഒരാക്ഷേപം ഉന്നയിച്ചാൽ ആർക്ക് കൊടുത്തു, എപ്പോ കൊടുത്തു, എവിടെ കൊടുത്തു എന്നാരാ പറയണ്ടേ? തെളിവ് കൊടുക്കണ്ടേ? ഉന്നയിക്കുന്ന ആളാ. പഴയ കാലമല്ലല്ലോ ഒന്നേ. ആരെങ്കിലും കൊണ്ടുവന്ന് കോടികൾ കൊടുത്തെന്നോ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് വിശ്വസിക്കുന്നത് ജനങ്ങൾ വളരെ കുറവല്ലേ? പറയുമ്പോൾ തന്നെ അറിയാമല്ലോ, ഈ പറയുന്നത് വികാരാധീനനായി പറയുമ്പോൾ ഇങ്ങനെയൊക്കെ ഉള്ളത് പലതും വരും. അതേ ഉള്ളൂ. താങ്കളുടെ കൂടെ നേരത്തെ ഒരുമിച്ച് പ്രവർത്തിച്ച സഹപ്രവർത്തകൻ ഇപ്പോഴത്തെ MLA തോമസ് കെ തോമസ് പറയും താങ്കളെ നേരത്തെ NCPയിൽ നിന്ന് പുറത്താക്കിയതാണ്, താങ്കളൊരു പ്രശ്നക്കാരനാണ്. അദ്ദേഹവും ഈ പേയ്മെന്റ് ആരോപണം ഉന്നയിക്കുകയാണ്. എന്താണ് തോമസ് കെ തോമസിനുള്ള മറുപടി? എന്നെ NCPയിൽ നിന്നും പുറത്താക്കിയിട്ടില്ല. നിങ്ങൾ കണ്ടതാണ്. NCPയിൽ ഇപ്പൊ എത്ര പേരുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി. പിന്നെ ഞാൻ നടത്തിയ ലേന സമ്മേളനവും എന്റെ കൂടെ ഇപ്പം നിൽക്കുന്നവരും ഇവരെ കണ്ടാൽ മതി. ഇവരൊക്കെ NCPയിൽ ഉണ്ടായിരുന്നവരും കേരള കോൺഗ്രസിന്റെ പഴയ നേതാക്കന്മാരും എല്ലാം ഉണ്ട്, നേതാക്കന്മാരും ഉണ്ട്. പിന്നെ ആ പുള്ളി പറയുന്നത്, ആദ്യമേ ആ പുള്ളി ഇവിടുത്തെ ജനങ്ങളോട് മറുപടി പറയാൻ പറ. ഈ കഴിഞ്ഞ 20 വർഷം 15 വർഷം ജേട്ടനും 5 വർഷം അനിയനും ഈ ജനങ്ങൾക്ക് എന്ത് ചെയ്തു കൊടുത്തു? ഒരു കാര്യം പറഞ്ഞിട്ട് പുള്ളി പറയണം, ഞാൻ നിങ്ങളുടെ MLA ആയിട്ട് ഇനിയും വരുവാൻ യോഗ്യനാണെന്ന്. ആര് പറയണം? തോമസ് കെ തോമസ് പറയണം, MLA പറയണം, ഞാൻ ഇനിയും യോഗ്യനാണെന്ന്. ഏതെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാട്ടിയിട്ട് പറയണം. ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു കാര്യം ചെയ്തിട്ട് പറഞ്ഞാൽ ഞങ്ങൾ കേൾക്കും.